Welcome to the PCB Design and Spice Lab for 5th semester Electronics and Communication branch. ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്കിമാറ്റിക് ഡ്രോയിങ് ഓഫ് 5 വോൾട്ട് റെഗുലേറ്റർ സപ്ലൈ യൂസിങ് ACAD സോഫ്റ്റ്വെയർ. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഒരു 5 വോൾട്ട് റെഗുലേറ്റർ സപ്ലൈയുടെ ഡയഗ്രാം ഇതാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് മോഡുലാർ ഡിസൈൻ എന്നുള്ളതാണ്. ഒരു PCB ഡിസൈൻ ചെയ്തു അല്ലെങ്കിൽ PCB മാനുഫാക്ചർ ചെയ്തു കഴിഞ്ഞാൽ ആ PCBയിൽ നിന്ന് പുറത്തേക്ക് ഒരു വയേഴ്സും എടുക്കുന്നില്ല. ജസ്റ്റ് യൂസിങ് ടെർമിനൽ ബ്ലോക്സ്. നമ്മൾ ടെർമിനൽ ബ്ലോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് നമ്മൾ കണക്ഷൻസ് എടുക്കുന്നത്. അല്ലാതെ ഒരു വയേഴ്സും പുറത്തേക്ക് പോകുന്ന ഒരു രീതിയിലല്ല ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് എ മോഡുലാർ ഡിസൈൻ. PCB റിപ്പയറബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ കണക്ടേഴ്സ് ജസ്റ്റ് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് PCB ഈസി ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ കഴിയും. സോ ദാറ്റ് ഈസ് ദ മോഡുലാർ ഡിസൈൻ കൺസെപ്റ്റ്. ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. 4 ഡയോഡ്സ്. ആ ഡയോഡ്സ് ഇൻപുട്ട് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യും. 1 ടെർമിനൽ ബ്ലോക്ക് യൂസ് ചെയ്യുന്നു. നമുക്ക് 5 വോൾട്ട് കിട്ടാനായിട്ട് ഒരു 3 ടെർമിനൽ ബ്ലോക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വോൾട്ടേജ് 230 വോൾട്ടേജിൽ നിന്ന് 5 വോൾട്ടിൽ എത്തിക്കാനായിട്ട് കിട്ടാനായിട്ട് യൂസ് ചെയ്യുന്ന IC 7805 എന്നുള്ളതാണ്. ഫയൽ ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. റീനെയിം ചെയ്യാം. 5 വോൾട്ട് പവർ സപ്ലൈ എന്ന് റീനെയിം ചെയ്യാം. ഈ ഫയൽ സേവ് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. ലാൻഡ്സ്കേപ്പ് A4 ഇവിടെ ഡിസൈൻ ചെയ്തത് സിംഗിൾ സൈഡഡ് PCB ആണ്. സോ ഇറ്റ് ഈസ് ജനറിക് സിംഗിൾ ലെയർ. നിങ്ങൾക്ക് മുകളിൽ 2 ടാബ് കാണാം. ഒന്ന് സ്കിമാറ്റിക് ക്യാപ്ചർ, രണ്ടാമത് PCB ലേബൽ. സ്കിമാറ്റിക് ക്യാപ്ചറിലാണ് നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്നത്. കമ്പോണൻസ് സെലക്ട് ചെയ്യണം. കമ്പോണൻറ്റ് മോഡിൽ പോയി P ക്ലിക്ക് ചെയ്യുക. പിക്ക് ഡിവൈസസ്. ആദ്യം വേണ്ടത് ഡയോഡാണ് വേണ്ടത്. ദാറ്റ് ഈസ് 1N4007. പ്ലേസ് ചെയ്തു. അതർ ഡയോഡ്സ് നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. സോ നിങ്ങൾക്കിവിടെ റൊട്ടേറ്റ് ചെയ്യാം. കണക്ഷൻസ് കൊടുക്കുന്നു. നമുക്ക് വേണ്ട ടെർമിനൽ ബ്ലോക്കാണ് 2 പിൻ ടെർമിനൽ ബ്ലോക്ക്.
നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ ഫുട് പ്രിൻ്റ് കാണാവുന്നതാണ്. PCB ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലേഔട്ടിൽ നമുക്ക് ഈ ഡിസ്റ്റൻസ്, അതായത് ഈ രണ്ട് ടെർമിനൽ 1 and 2 തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.2 ഇഞ്ചാണ്. അതാണ് ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത്. അടുത്ത വേണ്ടത് കപ്പാസിറ്ററാണ്. യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ സെറാമിക് ഡിസ്ക് ടൈപ്പാണ്. നിങ്ങൾക്കതിൻ്റെ വാല്യൂ മാറ്റാം. 470 മൈക്രോഫാരഡ്. നെക്സ്റ്റ് വേണ്ടത് 7805 ആണ്. അതിൻ്റെ ഫുട് പ്രിൻ്റ് നിങ്ങൾക്കവിടെ കാണാം. ഫസ്റ്റ് പിന്ന് ഇൻപുട്ട് പിന്ന്, സെക്കൻഡ് പിന്ന് ഗ്രൗണ്ട്, തേർഡ് പിന്ന് ഔട്ട്പുട്ട് പിന്ന്. നെക്സ്റ്റ് ഗ്രൗണ്ട് കണക്ട് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്തു, കപ്പാസിറ്റർ വെച്ചു. .6 watt മെറ്റൽ ഫില്ലിംഗ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തു. അതിൻ്റെ ഫുട് പ്രിൻ്റ് നിങ്ങൾക്ക് കാണാം. റൊട്ടേറ്റ് ചെയ്തിട്ട് പ്ലേസ് ചെയ്തു. നെക്സ്റ്റ് LED. നിങ്ങൾക്കിവിടെ മനസ്സിലാവും നോ ഫുഡ് പാക്കേജ് ഫോർ ദിസ് LED. ഫുഡ് പ്രിൻ്റ് ഇല്ല, അത് നമ്മൾ അസൈൻ ചെയ്യണം. അത് നെക്സ്റ്റ് സെഷനിൽ, നെക്സ്റ്റ് സ്ലൈഡിൽ അത് അസൈൻ ചെയ്യുന്നതായിരിക്കും. PCB ലേഔട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അസൈൻ ചെയ്യാം. ഗ്രൗണ്ട് പ്ലേസ് ചെയ്യണം. സ്കീമാറ്റിക് ഡയഗ്രം കാണാനായിട്ട് ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഗ്രൗണ്ട് എല്ലാം ഒരേ ലെവലിൽ തന്നെ പ്ലേസ് ചെയ്യുന്നത്. Next we need terminal blocks having 3 pin. Second and third pin short ചെയ്തു. ഒരു PCB ഡിസൈൻ ചെയ്യുന്ന സമയത്ത്
ടെർമിനൽ ബ്ലോക്സ് മുമ്പേ പറഞ്ഞതുപോലെ മോഡുലാർ ഡിസൈൻ കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഈ ഒരു കേസിലും ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പിന്നുള്ള ടെർമിനൽ ബ്ലോക്ക് യൂസ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സർക്യൂട്ടിൽ 2 പിന്നുള്ള 2 ടെർമിനൽ ബ്ലോക്ക്സ് ഉണ്ടാവും. അപ്പോൾ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ ദാറ്റ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആവും, ആ PCB ഡാമേജ് ആവും. അതുകൊണ്ട് ആണ് നമ്മളിവിടെ ഒരു 2 ടെർമിനൽ ബ്ലോക്കും ഒരു 3 ടെർമിനൽ ബ്ലോക്കും യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണക്ഷൻസ് തെറ്റിപ്പോകാനുള്ള സാധ്യത കുറവാണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല. നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. നമുക്കിതിൻ്റെ നെയിമിംഗ് മാറ്റാം. നമുക്ക് തുടക്കത്തിൽ തന്നെ ചെയ്യാം. ടൈറ്റിൽ കൊടുത്തു 5 വോൾട്ട് റെഗുലേറ്റഡ് പവർ സപ്ലൈ. ഡോക്യുമെൻറ്റ് നമ്പർ ഞാൻ 101 കൊടുത്തു. റിവിഷൻ 1.0. നിങ്ങൾ ഈ ഡിസൈൻ മാറ്റി എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ 1.1 കൊടുക്കാം, 1.2 അങ്ങനെ ചെയ്തു പോകാം. ഓതറിൻ്റെ പേരവിടെ മാറ്റാം. നിങ്ങൾ നോക്കിയാൽ അവിടെ നമ്മുടെ കൊടുത്ത ഡേറ്റാസ് വ്യത്യാസം വന്നിട്ടുണ്ട്. PCB ലേഔട്ടിലേക്ക് പോകാം. നിങ്ങൾക്കിവിടെ നോക്കിയാൽ മനസ്സിലാകും എല്ലാ കമ്പോണൻസിനും ഫുട് പ്രിൻ്റ് ഉണ്ട്, LED ഒഴികെ. LEDയുടെ ഇവിടെ ഒരു ക്രോസ് സൈൻ, റെഡ് ക്രോസ് സൈൻ കാണാം. ദാറ്റ് മീൻസ് LED ഈസ് നോട്ട് ഹാവിങ് എനി ഫുട് പ്രിൻ്റ്. കമ്പോണൻസ് പ്ലേസ് ചെയ്തു. ഡയോഡ്സ്, ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് 2 ടെർമിനൽ ബ്ലോക്ക് പ്ലേസ് ചെയ്തു. LED-ക്ക് ഫുട് പ്രിൻ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ബാക്കി കമ്പോണൻസ് ഒക്കെ നമ്മൾ വയ്ക്കുകയാണ്. ജസ്റ്റ് ഇവിടെ കണക്ഷൻസ് ജസ്റ്റ് ഒരു ക്രോസ് എന്നുള്ള രീതിയിൽ വരുന്നതുകൊണ്ട് നമുക്കതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് പ്ലേസ് ചെയ്യാം. LED-ക്ക് ഫുട് പ്രിൻ്റ് ഇല്ല, നമുക്ക് പ്ലേസ് ചെയ്യാം.
എൽ ഇ ഡിക്ക് ഫുട് പ്രിൻറ്റ് നമുക്ക് കപ്പാസിറ്ററിൻ്റെ ഒരു ഫുട് പ്രിൻറ്റ് സെലക്ട് ചെയ്തിട്ട് അത് കൊടുക്കാം. കപ്പാസിറ്റർ സെർച്ച് ചെയ്തു. സെറാമിക് ഡിസ്ക് സെർച്ച് ചെയ്തു. നിങ്ങൾ നോക്കിയാൽ അറിയാം ഇവിടെ കപ്പാസിറ്ററിൻ്റെ ഫുട് പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഫുട് പ്രിൻറ്റ് നമ്മൾ മനസ്സിലാക്കുന്നു. ആൻഡ് ദിസ് ഈസ് CAP20 എന്ന് പറയുന്ന വാല്യൂ ആണ്. ലേഔട്ടിൽ പോയി LED സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, പാക്കേജിംഗ് ടൂൾ, ദെൻ ഡിഫോൾട്ട് പാക്കേജ് ആഡ് കൊടുത്തു. നമ്മൾ കപ്പാസിറ്റർ 20യുടെ ആണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. സോ കപ്പാസിറ്റർ 20 അതിൻ്റെ വാല്യൂ വന്നു. ഇനി അത് പിന്നെ അസൈൻ ചെയ്യണം. ആനോഡ് ഫസ്റ്റ് പിന്നായിട്ട് അസൈൻ ചെയ്തു. ഇവിടെ കൊടുത്തിട്ടുണ്ട് 2. സോ കാഥോഡ് സെക്കൻഡ് പിന്നായിട്ട് അസൈൻ ചെയ്തു. അസൈൻ പാക്കേജസ് കൊടുത്തു. യൂസർ ഡിവൈസ് ആക്കി. സേവ് പാക്കേജ്. ദെൻ PCB ലേഔട്ടിൽ പോവുക. ആ റെഡ് സൈൻ മാറിയിട്ടുണ്ട്. നമ്മളവിടെ പ്ലേസ് ചെയ്തു. ദെൻ ഇതിനൊരു ബോർഡ് എഡ്ജ് വരയ്ക്കണം. ബോർഡ് എഡ്ജ് വരയ്ക്കാൻ സ്ക്വയർ സെലക്ട് ചെയ്തു. ദെൻ ബോർഡ് എഡ്ജ് സെലക്ട് ചെയ്തു. ബോർഡ് എഡ്ജ് വരച്ചു. യെല്ലോ കളറിലായിരിക്കും കാണപ്പെടുക. ബോർഡ് എഡ്ജിൻ്റെ ഡയമെൻഷൻ വേണമെങ്കിൽ മാറ്റാം. ഞാൻ നെയിമിംഗ് കൊടുക്കാൻ പോവുകയാണ്. ടോപ്പ് സിൽക്കിലാണ് ചെയ്യുന്നത്. അതിൻ്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇത് കുറച്ച് ലാർജ് സൈസാണ്, ഞാനിന്ന് ഷോർട്ടാക്കുകയാണ്. ദെൻ നമുക്ക് അടുത്തത് റൂട്ട് ചെയ്യണം. അതിനു മുമ്പായിട്ട് ഇതിൻ്റെ നെറ്റിൻ്റെ ഡയമെൻഷൻസ് മാറ്റണം. നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് 230 വോൾട്ട് എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്മോൾ 5 വോൾട്ടും ഉണ്ട്. അപ്പോൾ പവർ ലൈൻസിന് അതിൻ്റെ ട്രാക്കിൻ്റെ വിഡ്ത്ത് ലാർജർ സൈസ് ആയിരിക്കണം. സിഗ്നലിന് കുറവ് മതി. നെറ്റ് ക്ലാസ്സിൽ പോയി പവർ അത് കുറച്ച് ലാർജറാക്കി 50 എന്നുള്ള സൈസിലേക്കാക്കി. സിഗ്നൽ അതിന് കുറച്ച് ട്രാക്കിൻ്റെ വീതി കുറവ് മതി. ദെൻ റൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓട്ടോ റൂട്ടിംഗ് സെലക്ട് ചെയ്തു. ബിഗിനർ റൂട്ട് കൊടുത്തു. നിങ്ങൾ കാണാം താഴെ റൂട്ടിംഗ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് റൂട്ട് ചെയ്ത PCB എന്ന് പറയുന്നത്. എല്ലാ കണക്ഷൻസും ഓട്ടോമാറ്റിക്കലി റൂട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ PCBയിലേക്ക് പോവാം. ഇവിടെ ഒരു 3D വ്യൂ ഉണ്ട്. 3D വിഷ്വലൈസർ. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്ത PCBയുടെ 3D വ്യൂ കിട്ടും. നിങ്ങൾക്കിവിടെ രണ്ടാമത് കണ്ടിരിക്കുന്നത് കപ്പാസിറ്ററിൻ്റെ ഫോമിലാണ് കണ്ടിരിക്കുന്നത്. വൈ? ബിക്കോസ് നമ്മൾ LED-ക്ക് പ്ലേസ് ചെയ്ത ഫുട് പ്രിൻ്റ് എന്ന് പറയുന്നത് കപ്പാസിറ്ററിൻ്റേത് ആയതുകൊണ്ടാണ്. കപ്പാസിറ്ററിൻ്റെ ഫോമിൽ കണ്ടത്.
ടെർമിനൽ ബ്ലോക്കാണ്. ഇത് 3 ടെർമിനൽ ബ്ലോക്ക്, ഇത് 2 ടെർമിനൽ ബ്ലോക്ക്. $7805 രണ്ട് കപ്പാസിറ്റർ, ഇത് LED റെസിസ്റ്റർ. താങ്ക് യു.